ഹായ് ഹലോ ഗുഡ് ഈവനിങ്. ഇന്നലെ രാത്രി മുതൽ നല്ലൊരു ചുമ. രാവിലെ മുതൽ എത്ര കട്ടൻ കാപ്പി കുടിച്ചിട്ടുണ്ടെന്ന് എനിക്കൊന്നും അറിയത്തില്ല. എനിക്ക് ഈ ചുമ വരുന്ന സമയത്ത് ഞാൻ നോർമൽ കാപ്പിപ്പൊടി ഇട്ടിട്ട് ഇച്ചിരി ശർക്കര ഇട്ടിട്ട് കാപ്പി തിളപ്പിക്കും. ഞാൻ പഞ്ചസാര ഇടത്തില്ല, ശർക്കര ഇട്ടിട്ട് കാപ്പി തിളപ്പിക്കും. അപ്പോൾ ആ കാപ്പിയുടെ ചൂടി തൊണ്ടയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉണ്ടല്ലോ, തൊണ്ടയ്ക്ക് നല്ലൊരു ആശ്വാസം. അതിൻ്റെ കൂട്ടത്തിലാണെന്നുണ്ടെങ്കിൽ കർപ്പൂരാതി ചൂർണം, താലിസ് പത്രാതി ചൂർണം, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഇച്ചിരി വായിലിടും. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ വേണമെങ്കിൽ തേനകത്ത് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. വെറും കർപ്പൂരാതി ചൂർണ്ണം ആയാലും കുഴപ്പമില്ല. ഈ പ്രാവശ്യം ഞാൻ അവിടെ ചെന്നപ്പോൾ അവർ എനിക്ക് കർപ്പൂരാതി ചൂർണ്ണത്തിൻ്റെ കൂടെ ഈ താലിസ് പത്രാതി ചൂർണ്ണം കൂടെ തന്നു. രണ്ടുകൂടെ മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ പറഞ്ഞു, നല്ലതാണെന്ന് പറഞ്ഞു. അങ്ങനെ ശരി തന്നെ രണ്ടുകൂടെ മിക്സ് ചെയ്തിട്ട് അതും ഇടയ്ക്കിടയ്ക്ക് കഴിക്കും. അതിൻ്റെ കൂട്ടത്തിൽ ഈ ബ്ലാക്ക് കോഫി എൻ്റെ ഫേവറേറ്റാണ്. ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ചുമയുള്ള സമയത്ത് എത്ര ഗ്ലാസ് കുടിക്കുമെന്ന് അറിയത്തില്ല, പക്ഷേങ്കിൽ അതെനിക്ക് നല്ല ആശ്വാസം തരാറുണ്ട്. ഈ കട്ടൻ കാപ്പിയും അതിലൂടെ ഈ ഇടയ്ക്കിടയ്ക്ക് പൊടിയും കൂടെ കഴിക്കുമ്പോൾ 2 ദിവസം കഴിയുമ്പോൾ ശരിയാവും. പിന്നെ ഇടയ്ക്ക് ആവി പിടിക്കും. ആവി പിടിച്ചില്ല സത്യം പറഞ്ഞാൽ. ആവിയും കൂടെ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിയാവും. ഇന്നുകൊണ്ട് ജിമ്മിന് പോയില്ല, എങ്ങും പോയില്ല. ഇന്ന് വീട്ടിൽ തന്നെ ആയിരുന്നു. ഫുള്ള് റെസ്റ്റ് എടുത്ത് വീട്ടിലിരിക്കുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് കാപ്പി കുടിക്കുന്നു, ഇടയ്ക്ക് കുറേ നേരം കിടക്കുന്നു, എഴുന്നേറ്റ് വീട്ടിലെ പണിയെടുക്കുന്നു, ഇങ്ങനെ പോകുന്നു. അങ്ങനെ എന്തോ ആയാലും ഇപ്പം വൈകുന്നേരമായ സമയം. വൈകുന്നേരം ആയപ്പം തൊണ്ടയിൽ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ. ശരി, ഇച്ചിരി ബ്ലാക്ക് കോഫി ഇട്ട് എൻ്റെ കൂട്ടുകാരോട് കുറച്ച് വിശേഷം പറയാമെന്ന് വിചാരിച്ച് അങ്ങനെ കാപ്പി കുടിച്ചിട്ട് എൻ്റെ കൂട്ടുകാരോട് കുറച്ച് കുശലം പറയണം. ഈ ചുമയ്ക്ക് ഏറ്റവും നല്ലതാണ് കേട്ടോ. താലിസ് പത്രാതിയും അതുപോലെ തന്നെ കർപ്പൂരാതി ചൂർണം, അത് രണ്ടുകൂടെ മിക്സ് ചെയ്തിട്ട് കൊടുത്താൽ മതി. അന്ന് ഞാൻ ഒരു പ്രാവശ്യം ഇതിനെക്കുറിച്ച് പറഞ്ഞായിരുന്നു. അപ്പം കുറേ പേര് അത് വാങ്ങിച്ചുപയോഗിച്ചിട്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ ചുമ മാറി, ചുമ കുറവുണ്ട്, നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് പറഞ്ഞായിരുന്നു. ഇത് അഡ്വർടൈസ്മെൻ്റ് ഒന്നും അല്ല കേട്ടോ, ഞാൻ ഉപയോഗിക്കുന്ന കാര്യം എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഈ കട്ടൻ കാപ്പി അതെന്തോ എനിക്കിത് പണ്ട് മുതലേ ചുമ വരുന്ന സമയത്ത് ഈ ചൂട് കാപ്പി കുടിച്ച് കഴിയുമ്പം ഒരു 2-3-4 പ്രാവശ്യം ഇങ്ങനെ കുടിക്കുന്ന സമയത്ത് 1-2 ദിവസത്തിൽ ചുമ മാറാറുണ്ട്. അതുകൊണ്ട് ചെറിയ ചെറിയ പൊടിക്കകൾ എൻ്റെ കൂട്ടുകാർക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ്. ഇന്നൊരു പണിയെടുത്തില്ല, എങ്ങും പോയില്ല. വീട്ടിനുള്ളിൽ തന്നെ ആയിരുന്നു. വീട്ടിനകത്ത് കിടന്നുള്ള കറക്കുമായിരുന്നു, എങ്ങോട്ടും പോയില്ല. ഫുള്ള് റെസ്റ്റായിരുന്നു. വയ്യാത്തോണ്ട് കേട്ടോ. ഞാൻ അല്ലെങ്കിൽ 1 മിനിറ്റ് അങ്ങനെ വെറുതെ ഇരിക്കുന്ന ആളെയല്ല. പക്ഷേങ്കിൽ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റി. 2-3 ദിവസം മുമ്പ് പോലുള്ള വീഡിയോകളുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്തിടാനൊക്കെ പറ്റി. അത് വലിയൊരു സന്തോഷം. അല്ലാതെ വേറെ ഒരു പണിയെടുത്തില്ല, വീട്ടിലെ പണിയെടുത്തു, അല്ലാതെ പുറത്തെങ്ങും പോയില്ല. എനിക്ക് ചുമ വരാനായിട്ടൊരു കാരണമില്ല. പിന്നെ അന്ന് ശനിയാഴ്ച പിരമിഡ് വാലി കണ്ടിട്ട് വരുന്ന വഴിക്ക് ഞാനാണെങ്കിൽ ഇവിടുന്ന് പേരയ്ക്ക കൊണ്ടുപോയായിരുന്നു. പേരയ്ക്ക വണ്ടിയിലുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു 2-3-4 പേരയ്ക്ക ഞാൻ കഴിച്ചു. ചെറിയ പേരയ്ക്കായിരുന്നു. ഞാനിപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ പേരയ്ക്ക കഴിക്കാറുണ്ട്, പക്ഷേ എങ്കിൽ എപ്പോഴും കഴിക്കുന്ന സാധനം തന്നെ. പിന്നെ ഇനിയിപ്പോൾ ആ ചൂട് സമയത്ത് അങ്ങനെ കഴിച്ചിട്ടാണോ എന്തോന്ന് അറിയത്തില്ല. ചില സമയത്ത് എനിക്ക് പേരയ്ക്ക കഴിക്കുന്ന സമയത്ത് കോൾഡ് ഉണ്ടാവാറുണ്ട്. ഇനി അതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല. അല്ലാതെ ഞാൻ വേറൊന്നും ഞാൻ കഴിച്ചിട്ടില്ല. എൻ്റെ ഒരു ഇതും പ്രകാരം പേരയ്ക്ക കഴിച്ചത് കൊണ്ടാണോ എന്നറിയത്തില്ല. ചൂട് സമയത്ത് അങ്ങനെ ആ പേരയ്ക്ക കഴിച്ചിട്ടാണോ എന്നറിയത്തില്ല. അതിൻ്റെ എഫക്റ്റ് ആണോ എന്നറിയത്തില്ല. ആ ഒരു കോൾഡും ചുമയൊക്കെ വന്നേന്നുള്ളത് അറിയത്തില്ല. ശനിയാഴ്ച രാത്രി നല്ല തൊണ്ടവേദനയായിരുന്നു. രാത്രി 2:45 ആയപ്പോൾ എനിക്ക് ഉമിനീര് പോലും ഇറക്കാൻ പറ്റാത്തത്ര തൊണ്ടവേദനയായിരുന്നു. പിന്നെ രാത്രി എണ്ണീറ്റ് ഉപ്പ് വെള്ളമൊക്കെ കൊണ്ട് ആവിയൊക്കെ പിടിച്ച് കുറേ ഇത് കഴിഞ്ഞിട്ട് കിടന്നു. പിന്നെ ഞായറാഴ്ച ആയാലപ്പം കുറച്ച് കുറഞ്ഞു. പിന്നെ പള്ളിയിലൊക്കെ പോയി എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേന് പിന്നെ ഉപ്പ് വെള്ളം പിന്നെയൊക്കെ കൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പം ആ തൊണ്ടവേദന അങ്ങ് മാറി. തൊണ്ടവേദന മാറിയപ്പോൾ പിന്നെ അത് ചുമയിലേക്ക് അങ്ങ് ഇതായി. അങ്ങനെ ഇപ്പോൾ ചുമയിൽ നിൽക്കുന്നു. എന്നാലും കുറേ ബെറ്ററായി. നേരത്തെ ആണെങ്കിൽ അങ്ങ് കുത്തി ചുമയ്ക്കുമായിരുന്നു. ഇപ്പം അങ്ങനെ ചുമയ്ക്കുന്നില്ല, കുഴപ്പമില്ല, മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. ഒരു ഡോളോ കഴിച്ചു. ചെറിയൊരു പനി പോലെ രാവിലെ തോന്നിയപ്പോൾ ഒരു പാരസെറ്റാമോൾ കഴിച്ചു, അല്ലാതെ വേറൊന്നും കഴിച്ചില്ല. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് ഉടൻ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ, സീ യു.